ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. പേടിച്ചോ? ഒരു ചോദ്യം നിന്നിട്ട് സമയമല്ല, കളയാൻ സമയമല്ല, പെട്ടെന്ന് പോയിട്ട് വേണം പരീക്ഷ എഴുതാനല്ലേ. വേഗം നോക്കാം. ചുവടെയുള്ള ദശാംശ രൂപത്തിൽ എഴുതിയിരിക്കുന്ന സംഖ്യകളെ 10, 100, 1000 എന്നീ ഏതെങ്കിലും ഛേദമായിട്ടുള്ള, അതായത് എന്താ പറഞ്ഞറിയോ, ഡിനോമിനേറ്ററിൽ 10, 100, 1000 ഇതുപോലെ ഛേദം, ഡിനോമിനേറ്ററിൽ ഛേദം എന്ന് പറഞ്ഞാൽ ഛേദമായിട്ട് വരുന്ന രീതിയിൽ എഴുതണം എന്നാണ് പറഞ്ഞത്. ഒരു ഫ്രാക്ഷൻ ഭിന്നസംഖ്യ ആയിട്ട് എഴുതുക. മക്കളെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ചോദ്യം ഞാൻ ചെയ്യും, രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ഫീഡ്ബാക്കിന്റെ കൂടെ തന്നെ എഴുതുക. ആദ്യം തന്നെ ലൈക്ക് അടിച്ച് പെട്ടെന്ന് ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്ക്. ഇതൊക്കെ ഉണ്ടോ ആ ചോദ്യം? ഏതാ? 3.7. മക്കളെ 3.7 ഫ്രാക്ഷൻ ഭിന്നസംഖ്യയിലേക്ക് മാറ്റണമെങ്കിൽ ആ 3 ഈ പോയിന്റ് കളയാം. 3.7 അല്ലേ മാറ്റേണ്ടത്? ആ പോയിന്റ് അങ്ങോട്ട് കളഞ്ഞ് ഈ പോയിന്റ് കളയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 37 അല്ലേ? ആ 37 എഴുതുക. ഒരു സ്ഥാനം മുന്നേ അല്ലേ പോയിന്റ്? നോക്ക് കണ്ടോ, ഒരു പ്ലേസ് ബാക്കിലാ പോയിന്റ്. അതുകൊണ്ട് തന്നെ ഒരു 0 ഇടുക, പിന്നെ ഒരു 1 കൂടി ഇടുക. ഇതാണ് അതിന്റെ ഫ്രാക്ഷൻ ഭിന്നസംഖ്യ. ഇത്ര പണിയേ ഉള്ളൂ. അതായത് എത്ര പ്ലേസ് ആണോ മുന്നേ പോയിന്റ് ഉള്ളത് അതിനനുസരിച്ച് 0 ഇടണം. അപ്പൊ നമുക്ക് ഇവിടെ 2 പ്ലേസ് മുന്നെയാണ് പോയിന്റ്. അപ്പൊ സ്വാഭാവികമായിട്ട് 2 0 100 ആയിരിക്കണം താഴത്തെ എഴുതുക. എന്നിട്ട് ഈ 307 പോയിന്റ് കളയുമ്പോൾ തരും. ഞാൻ തന്നെ എഴുതാം. എന്നിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം കേട്ടോ. 3.07. ആ പോയിന്റ് കളഞ്ഞ് അപ്പൊ എത്ര കിട്ടും? 307 ഡിവൈഡഡ് ബൈ എത്ര 0 ഉണ്ട്? 1 2. സോറി, എത്ര പ്ലേസ് മുന്നേ പോയിന്റ്? 1 2. അപ്പൊ 2 പ്ലേസ് ആയതുകൊണ്ട് 2 പ്ലേസ് മാറ്റി പോയിന്റ് ഇടാം. അപ്പം പോയിന്റ് ഉള്ളതുകൊണ്ട് 2 0 ഇടാം, ഒരു 1. ആൻസർ 307/100. ഒരു ചോദ്യം ഞാൻ തരാം. മൂന്നാമത്തെ ചോദ്യം ഒരു 11.2. ഇതിനൊന്ന് മാറ്റിക്ക്. 11.2 മാറ്റി. പെട്ടെന്ന് കമന്റ് സെക്ഷനിൽ ആൻസർ പറ. അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ് കാണാം. ബൈ.